എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ചിത്രലേഖ ഹരിദാസ്, ഒരു ഡെൻ്റൽ സർജനാണ്. ഇന്ന് ഞാനിവിടെ ദന്തചികിത്സ ചെയ്യേണ്ടത് എപ്പോൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സാധാരണയായി എല്ലാവരും വിചാരിക്കുന്നത് എന്തെങ്കിലും വേദനയോ നീരോ പഴുപ്പോ വരുമ്പോൾ മാത്രമാണ് പല്ലിന് എന്തെങ്കിലും തകരാറ് ഉണ്ടാവുക എന്നാണ്. പക്ഷേ നീരും വേദനയും വരുന്നത് ചികിത്സ ചെയ്യാൻ വൈകുമ്പോഴാണ്. ഇങ്ങനെ ചികിത്സ ചെയ്യാൻ വൈകിയാൽ അവസാനം പല്ലെടുക്കേണ്ടി വരും. പല്ലെടുക്കുക എന്നത് ഒരു ശരിയായ ഒരു ചികിത്സാ രീതിയല്ല. കൃത്രിമ ദന്തങ്ങൾ ഉപയോഗിച്ച് നമുക്ക് പല്ലെടുത്തതിൻ്റെ വിടവ് ഒരു പരിധി വരെ മാത്രമേ നമുക്ക് നിലനിർത്താൻ പറ്റുകയുള്ളൂ. നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് പോഷക സമ്പൂർണമായ ഭക്ഷണം അത്യാവശ്യമാണെന്ന്. ഈ ഭക്ഷണം ശരിയായ രീതിയിൽ ചവച്ചരച്ചാൽ മാത്രമേ അതിൻ്റെ പ്രയോജനം നമുക്ക് ലഭിക്കുകയുള്ളൂ. നന്നായി ചവച്ചരക്കണമെങ്കിൽ പല്ലുകൾ കൂടിയേ തീരൂ. കൂടാതെ നമ്മുടെ മുഖസൗന്ദര്യം നിലനിർത്തുന്നതിനും പിന്നെ നല്ല ഉച്ചാരണ ശുദ്ധിയോടുകൂടി സംസാരിക്കുന്നതിനും പല്ലുകൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. പല്ലുകൾക്കുണ്ടാകുന്ന രണ്ട് പ്രധാനപ്പെട്ട രോഗങ്ങളാണ്, ഒന്ന് ദന്തക്ഷയം, മറ്റൊന്ന് മോണരോഗം. ദന്തക്ഷയം എന്നാൽ പല്ലുകളിൽ പോടുകൾ ഉണ്ടാവുക. ഈ പോടുകൾ തുടക്കത്തിൽ വേദനരഹിതമായിരിക്കും. ആ സമയത്തു തന്നെ ഒരു ദന്ത ഡോക്ടറെ കൊണ്ട് പല്ലുകൾ അടപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ സാധാരണ നിലയിലേക്ക് തന്നെ പല്ലുകൾ വരും. ഇനി ആ പല്ലുകൾ തുടക്കത്തിൽ അടച്ചില്ലെങ്കിൽ അതിവേഗം വലുതാവുകയും നീരും അതിൻ്റെ ഉള്ളിലുള്ള ലെയറായ പൾപ്പിനെ ബാധിക്കുകയും നീരും വേദനയും ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഈ സമയത്ത് റൂട്ട് കനാൽ ചികിത്സ കൊണ്ട് ഈ പല്ലിനെ ശരിയാക്കാൻ പറ്റുമെങ്കിലും അതിന് കൂടുതൽ സമയവും ചെലവും വേണ്ടിവരും. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ പല്ല് അടക്കുന്നതാണ് നല്ലത്. ഇനി രണ്ടാമത്തെ രോഗമാണ് മോണരോഗം. മോണരോഗം എന്ന മോണകളിൽ പഴുപ്പ് വേദനയും നീരുമുണ്ടായി പല്ല് ഇളകിപ്പോയേക്കാവുന്ന രോഗമാണ് മോണരോഗം. ഇതിനെ പ്രധാനമായും 4ആയി തരംതിരിക്കാം. ഒന്നാമത്തെ സ്റ്റേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ മാത്രം മോണയിൽ നിന്ന് രക്തം പൊടിയുക, അതാണ് ഒന്നാമത്തെ സ്റ്റേജ്. ഇനി രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ ചില പഴങ്ങൾ, പ്രത്യേകിച്ച് ആപ്പിൾ പോലുള്ള പഴങ്ങൾ കടിച്ചു നോക്കിയാൽ അതിൽ രക്തം കാണുക. ഇനി മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഉമിനീര് തുപ്പി നോക്കിയാൽ അതിൽ രക്തത്തിൻ്റെ കറ കാണുക. ഇതാണ് മൂന്നാമത്തെ സ്റ്റേജ്. ഇനി നാലാമത്തെ സ്റ്റേജിൽ മോണയിൽ പഴുപ്പും നീരും വേദനയും ഉണ്ടാവുകയും കൂടാതെ പല്ലിന് ഇളക്കവും സംഭവിച്ചിട്ടുണ്ടാവും. ഇതാണ് നാലാമത്തെ സ്റ്റേജ്. നമ്മൾ തുടക്കത്തിൽ തന്നെ, അതായത് നമ്മൾ ആദ്യത്തെ സ്റ്റേജ്, അതായത് ബ്രഷ് ചെയ്യുമ്പോൾ രക്തം പൊടിയുന്ന ആ സമയത്ത് തന്നെ ഒരു ദന്ത ഡോക്ടറെ കൊണ്ട് പല്ല് ക്ലീൻ ചെയ്താൽ മോണരോഗം പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റാൻ പറ്റും. ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിൽ, അതായത് നാലാമത്തെ സ്റ്റേജ് വരെയൊക്കെ എത്തിയാൽ പിന്നെ നമ്മൾ ഫ്ലാപ്പ് സർജറി പോലത്തെ സർജറി ചെയ്യേണ്ടി വരും. എന്നാലും നമ്മൾ 100% അത് സക്സസ് ആവുമെന്ന് പറയാനും പറ്റില്ല. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ, അതായത് ഒരു 6 മാസം കൂടുമ്പോൾ തന്നെ നമ്മൾ പല്ല് ക്ലീൻ ചെയ്താൽ 100% ഉറപ്പായിട്ടും നമുക്ക് മോണരോഗത്തെ ഇല്ലാതാക്കാൻ പറ്റും. ഇനി കുട്ടികളുടെ കാര്യം എടുത്താൽ, സാധാരണ ചില അച്ഛനമ്മമാരൊക്കെ വിചാരിക്കുന്നത് എന്ന് വെച്ചാൽ പാൽപ്പല്ലുകൾ പൊഴിയുന്നത് കൊണ്ട് അതിനെ തീരെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്നാണ്. പക്ഷേ പാൽപ്പല്ലുകൾ അസമയത്ത്, അതായത് സാധാരണ നമ്മൾ പല്ല് പൊഴിയുന്ന സമയത്തിന് മുന്നേ പൊഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന സ്ഥിരം ദന്തങ്ങളുടെ സ്ഥാനത്തെ അത് ബാധിക്കും. അതായത് പല്ല് ക്രമം തെറ്റി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാൽപ്പല്ലുകൾ പൊഴിയെന്ന് വിചാരിച്ചിട്ട് ആരും അത് ശ്രദ്ധിക്കാതിരിക്കാൻ പാടില്ല. നന്നായിട്ട് ശ്രദ്ധിക്കുക തന്നെ വേണം. ഇതാണ്. പിന്നെ കുട്ടികളിലുണ്ടാകുന്ന ചില ദുശ്ശീലങ്ങളായ വിരൽ കുടിക്കുക, നാക്ക് തള്ളുക, വായ തുറന്നുറങ്ങുക തുടങ്ങിയ കുറേ ദുശ്ശീലങ്ങളുണ്ട്, ചില കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. അത് നമുക്ക് ഇപ്പോൾ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. അതായത് മയോ ഫങ്ഷണൽ അപ്ലയൻസ്, ഹാബിറ്റ് ബ്രേക്കിംഗ് അപ്ലയൻസ് തുടങ്ങിയ അപ്ലയൻസ് ഉപയോഗിച്ച് ഈ ദുശ്ശീലങ്ങൾ മാറ്റാൻ പറ്റും. മാറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ പല്ലിനെയും മോണയോട് ചേർന്നുള്ള അസ്ഥികളെയും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലെയുള്ള ദുശ്ശീലങ്ങളുണ്ടെങ്കിൽ അത് ഒരു 12 വയസ്സിന് ഉള്ളിൽ അത് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. ശരിയായ രീതിയിൽ എങ്ങനെയാണ് ബ്രഷ് ചെയ്യുന്നതെന്ന് നോക്കാം. 2 പ്രധാന മെത്തേഡുകളുണ്ട്. ഒന്ന് സർക്കുലർ മൂവ്മെൻറ്റ്സ്. ഇതുപോലെ ചെയ്യാം. മറ്റൊരു മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ മുകളിലുള്ള പല്ല് താഴത്തേക്ക്, ഇതുപോലെ താഴത്തെ പല്ല് മുകളിലേക്ക്, എല്ലാ സൈഡും ചെയ്യണം. ഇവിടെ ഇങ്ങനെ
ഇവിടെ, പിന്നെ ഉള്ളിലുള്ള സൈഡ് ഇതുപോലെ. ഇനി ചവക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ തന്നെ ചെയ്യണം, ഇങ്ങനെ സർക്കുലർ മൂവ്മെൻറ്റ്സ് ഇതുപോലെ ചെയ്യാം. പിന്നെ ഇങ്ങനെ ഒരിക്കലും ബ്രഷ് ചെയ്യരുത്. ഇതുപോലെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ പൊങ്ങിക്കിടക്കുന്ന ഭാഗത്തൊക്കെ നന്നായിട്ട് വൃത്തിയാവും. പക്ഷേ ഈ രണ്ട് പല്ലിനുള്ള വിടവില്ലേ, അവിടെയൊന്നും തീരെ വൃത്തിയാവില്ല. കാരണം ഇങ്ങനെ തേക്കുമ്പോൾ ഈ ബ്രിസിൽസ് ഈ പൊങ്ങിക്കിടക്കുന്ന ഭാഗത്ത് മാത്രമേ എത്തുകയുള്ളൂ. ഇങ്ങനെ അതായത് മുകളിലെ പല്ല് താഴോട്ടേക്ക് ചെയ്യുമ്പോൾ ഓരോ ഈ ബ്രഷിൻ്റെ ബ്രിസിൽസൊക്കെ ഈ രണ്ട് പല്ല്, അതായത് ഇൻ്റർഡെൻ്റൽ സ്പേസിലേക്ക് പോവുകയും അവിടെ നന്നായി ക്ലീൻ ചെയ്യാനും പറ്റും. പിന്നെ ഏറ്റവും കൂടുതൽ അഴുക്ക് അഥവാ കാൽക്കുലസ് പിടിക്കുന്ന സ്ഥലമാണ് താഴത്തെ പല്ലിൻ്റെ മുൻനിരയിൽ. അവിടെ കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യുക. ഇവിടെ അധികം കാൽക്കുലസ് പിടിക്കാൻ കാരണം നമ്മളുടെ ഒരു ഉമിനീർ ഗ്രന്ഥി തുറക്കുന്ന സ്ഥലമാണ് ഇവിടെ. അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ കാൽക്കുലസ് പിടിക്കുന്ന സ്ഥലം. ഇനി വേറൊരു സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ മുകളിലുള്ള പല്ലിൻ്റെ അണപ്പല്ലിൻ്റെ സൈഡിൽ, അവിടെയും ഒരു ഉമിനീർ ഗ്രന്ഥി തുറക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെയും നന്നായി കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യണം, ഇവിടെയും. ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ വായ കഴുകുന്നതിന് മുന്നേ മോണ നന്നായിട്ട് ഉഴിഞ്ഞു കൊടുക്കണം. അതായത് ഇവിടെ നന്നായിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കണം. അങ്ങനെ ചെയ്താൽ, അതായത് മോണ നന്നായിട്ട് ഉഴിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മോണയുടെ രക്തോട്ടം വർദ്ധിക്കുകയും മോണ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും. ഇത് ഒരു വായനാറ്റം കുറക്കാനുള്ള ഒരു ശരിക്കും പറഞ്ഞ ഒരു ടിപ്പാണ്. മോണ നന്നായിട്ട് ഉഴിഞ്ഞു കൊടുക്കുക. ബ്രഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. പലതരത്തിലുള്ള ബ്രഷ് ഉണ്ട്, സോഫ്റ്റ്, മീഡിയം, ഹാർഡ്, അങ്ങനെ എക്സ്ട്രാ സോഫ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് ശരിക്കും നല്ലത്, ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് നല്ലത് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ ഹാർഡ് ബ്രഷൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല്ലിന് തേയ്മാനം സംഭവിക്കുകയും പല്ല് പുളിപ്പുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് ഉപയോഗിക്കാൻ നോക്കുക. പിന്നെ പേസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ വൈറ്റ് കളർ ടൂത്ത് പേസ്റ്റാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇൻ്റർഡെൻ്റൽ ബ്രഷുകളുണ്ട്, അതായത് പല്ലിൻ്റെ വിടവിൽ വൃത്തിയാക്കുന്ന ബ്രഷ്. ഇതിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് പല സൈസുകളിൽ നമുക്ക് കിട്ടാനുണ്ട്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ പല്ലിനുള്ള വിടവിൽ കുടുങ്ങുന്ന സാധനങ്ങളൊക്കെ നമുക്ക് വൃത്തിയാക്കാൻ പറ്റും. മറ്റൊരു മെറ്റീരിയലാണ് ഡെൻ്റൽ ഫ്ലോസ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല്ലിനുള്ള വിടവുകൾ വൃത്തിയാക്കാൻ പറ്റും നമുക്ക്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പല്ലിന് പോടുണ്ടായ തുടക്കത്തിൽ തന്നെ അടപ്പിക്കുകയും പിന്നെ മോണരോഗം വരുന്നതുകൊണ്ട് അതും പല്ല് ക്ലീൻ ചെയ്യിക്കുകയും ചെയ്താൽ, അതായത് 6 മാസം കൂടുമ്പോഴെങ്കിലും ക്ലീൻ ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാർദ്ധക്യകാലത്ത് മുഴുവൻ പല്ലുകളോടും കൂടി തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റും.